بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കും കൽപ്പനകളും നിരോധനങ്ങളും എല്ലാം അനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ്. നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനവും പരലോക ജീവിതത്തിന്റെ തുടക്കവുമായ മരണം അത് സമാധാനപൂർണമാകേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് ശാന്തതയോടെ സമാധാനത്തോടെ തിരിച്ചു പോകേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം ഇതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, നീ നിന്റെ റബ്ബിങ്കലേക്ക് തിരിച്ചു പോകുക. ഏത് രീതിയിൽ? റാദിയത്തൻ മർദിയ, തൃപ്തിപ്പെട്ടവനായ രീതിയിലും അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ച് തൃപ്തിയുള്ളവനായ രീതിയിലും നീ റബ്ബിലേക്ക് തിരിച്ചു പോകുക എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളാകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ്. ഒന്നാമത്തത്, നാം നമ്മുടെ റബ്ബിനെ കുറിച്ച് തൃപ്തരാവുക. രണ്ടാമത്തത്, നമ്മുടെ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. ഒന്നാമത്തെ വിഷയം നമ്മൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ തൃപ്തരാണോ എന്നറിയുന്നതിന് ഒരുപാട് വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് തൃപ്തരാവുക എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് എഴുതിയ വിധികളെ കുറിച്ച് തൃപ്തരാവുക എന്നതാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അന്ധനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം, മുസ്തജാബു ദുആയാണ്. അദ്ദേഹം എന്ത് ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ആ രീതിയിലുള്ള ഒരാളായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കലും ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തത്? അദ്ദേഹത്തിന്റെ മറുപടി വളരെ സുന്ദരമാണ്. അദ്ദേഹം പറയാണ്, എനിക്കെന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം എന്റെ റബ്ബിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാനാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന് അന്ധതയുണ്ട്, ജീവിതം മുഴുവൻ ഇരുട്ടാണ്. പക്ഷേ അള്ളാഹുവിന്റെ ആ വിധിയെ അദ്ദേഹം ആസ്വദിക്കുകയാണ്. റബ്ബിനെ കുറിച്ച് തൃപ്തി അടയുക എന്ന് പറഞ്ഞാൽ സമ്പന്നതയിലാണെങ്കിലും ദാരിദ്ര്യത്തിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും ആരോഗ്യാവസ്ഥയിലാണെങ്കിലും ഉയർച്ചയിലാണെങ്കിലും തകർച്ചയിലാണെങ്കിലും വളർച്ചയിലാണെങ്കിലും താഴ്ചയിലാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നതാണ്. ജീവിതത്തിൽ എന്തുണ്ടായാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കുക എന്നതാണ് അള്ളാഹുവിൽ തൃപ്തി ഉണ്ടാവുക എന്നതിന്റെ അർത്ഥം. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള ശ്രമം നാം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടുള്ളതാവണം, അള്ളാഹുവിന്റെ ഇഷ്ടം കാക്ഷിച്ചുകൊണ്ടുള്ളതാവണം. മുഅ്മിനീങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അവർ അഗതികൾക്കും തടവുകാർക്കും അടിമകൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നവരാണ്, ദാനം നൽകുന്നവരാണ്. ഏത് രീതിയിൽ? അവർക്ക് ഒരുപാട് ആവശ്യം ഒരു ഭാഗത്തുണ്ട്, അവർ ദരിദ്രരാണ്, അവർക്ക് പണം ആവശ്യമുണ്ട്, അവർക്ക് ജീവിതത്തിൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ ആ ആവശ്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ അവർക്ക് അള്ളാഹു നൽകിയ തുച്ഛമാണെങ്കിൽ പോലും വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ അവർ തയ്യാറാണ്. എന്നിട്ട് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സുകൊണ്ടും നാവുകൊണ്ടും അവർ പറയുന്നത് എന്താണ്? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ ഇതൊക്കെ നൽകുന്നത് ഞങ്ങളുടെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്.
ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരമോ അല്ലെങ്കിൽ ഒരു നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അവർ ആ രീതിയിലാണ്, ആ ഉദ്ദേശം വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇപ്പൊ നോക്ക് നിങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തി ആക്കാക്കി കൊണ്ടാവുക, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചു കൊണ്ടാവുക. അങ്ങനെ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ വിധികളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹു നമുക്ക് തന്ന സൗകര്യങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, അവന്റെ തൃപ്തിയെ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട്, അതിനുവേണ്ടി ദിനരാത്രങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് മരിക്കുന്ന സമയത്ത് സമാധാനത്തിന്റെ ഉടമകളായി മരിക്കുക. സമാധാനമടഞ്ഞ ആത്മാക്കളായി തിരിച്ച് റബ്ബിലേക്ക് പോകാൻ അവർക്ക് മാത്രമാണ് സാധിക്കുക എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. ആരാണ് അടിമകൾ? അള്ളാഹു പിന്നീട് ഒരിക്കലും കോപിക്കാത്ത, അള്ളാഹു പിന്നീട് ഒരിക്കലും വെറുക്കാത്ത, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഒരിക്കലും ഏറ്റുവാങ്ങാത്ത അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബിന്റെ പക്കൽ നിന്ന് സമാധാനം, സമാധാനം എന്ന വചനം മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവർ, മലക്കുകളാൽ സമാധാനം, സമാധാനം എന്ന അഭിവാദ്യം മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവർ. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്മഇന്നായ, സമാധാനമടഞ്ഞ, ആരോടും ദേഷ്യവും വിദ്വേഷവും വൈരാഗ്യവുമില്ലാത്ത, അഹങ്കാരവും താൻ പോരിമയുമില്ലാത്ത, അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങിയ, റബ്ബിന് കീഴ്പ്പെട്ട സമാധാനമടഞ്ഞ ആത്മാക്കളായി ഈ റമദാൻ അവസാനിക്കുമ്പോഴേക്ക് സ്വയം മാറാൻ, സ്വയം പരിവർത്തനം നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.